എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 9ലെ NCERT സഞ്ജയൻ എന്ന ബുക്കിലെ രണ്ടാമത്തെ ചാപ്റ്ററായ സ്മൃതി ആണ്. ഇതിൻ്റെ പാർട്ട് 1 ഇട്ടിട്ടുണ്ട്, അത് കണ്ടിട്ട് ഇത് കാണുക. ഇത് സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ നമ്മൾ പാർട്ട് 1 പഠിച്ചത് എന്താണ്? നമ്മുടെ ലേഖകൻ ഒരു കിണറ്റിലേക്ക് പോയ ലെറ്റർ എടുക്കാനായിട്ട് പാമ്പ് കിടക്കുന്ന കിണറ്റിലേക്ക് ലെറ്റർ വീണു. അപ്പോൾ ആ ലെറ്റർ എടുക്കാൻ പോയ സംഭവങ്ങളാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചത്. അതിൻ്റെ ബാക്കി നമുക്ക് നോക്കാം. മെനെ ഉസേ നമ്മൾ എൻഡിൽ പറഞ്ഞത് കിണറ്റിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു, ധൈര്യത്തോടെ ഇറങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ ഇത് കണ്ടിട്ട് സഹോദരൻ ഇരുന്ന് കരയുന്നതാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ അവസാനിപ്പിച്ച് നിർത്തിയത്. അതിൻ്റെ തുടക്കമായിട്ടാണ് मैंने उसे ആശ്വാസം ദിലായാക്കി मैं कुएं के नीचे पहुंचते ही सांप को मार दूंगा. അപ്പോൾ കരയുന്ന ബായിയെ ഞാൻ ആശ്വസിപ്പിച്ചു. എന്ത് പറഞ്ഞിട്ടാണ് ആശ്വസിപ്പിച്ചത്? मैं कुएं के नीचे पहुंचते ही सांप को मार दूंगा. ഞാൻ ആ കിണറിൻ്റെ താഴെ എത്തുമ്പോൾ തന്നെ എന്ത് ചെയ്യും? പാമ്പിനെ അടിച്ചു കൊല്ലും. और मेरा विश्वास भी ऐसा ही था. എൻ്റെ വിശ്വാസവും അങ്ങനെ തന്നെയായിരുന്നു. ബായിനോട് ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിലും അവനെ ആശ്വസിപ്പിക്കാനായിട്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എന്താണ്, എനിക്ക് അങ്ങനെ തന്നെ ചെയ്യണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. കാരണം യാതാക്കി ഇസസെ പോലെ മേനെ അനേക സാമ്പ് മാരേതെ. അങ്ങനെ വിശ്വസിക്കാൻ കാരണം എന്താണ്? ഇതിനു മുമ്പ് ഞാൻ വളരെയധികം പാമ്പിനെ അടിച്ചു കൊന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ആത്മവിശ്വാസത്തിലാണ് താഴെ ചെല്ലുമ്പോൾ തന്നെ ഇതിനെ അടിച്ചു കൊല്ലാമെന്ന് ഞാൻ ബായിനോട് പറഞ്ഞത്. ഇസിലെ കുവമേ ഗുസ്തേ സമയം മുജെ സാമ്പക തനിക് ബി ബൈനത. അതുകൊണ്ട് എന്താണ്, ആ ഒരു ആത്മവിശ്വാസത്തിൽ താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് പാമ്പിനെ കാണുമ്പോൾ ഒട്ടും പേടിയുണ്ടായിരുന്നില്ല. തനിക് ബി എന്ന് പറഞ്ഞാൽ ഒരു തരി പോലും എനിക്ക് പാമ്പിനെ പേടിയുണ്ടായിരുന്നില്ല. ഉസ്കോ മാർന മേ ബായേ ഹാത്ത് കാ ഗേൽ സംസ്ഥാത. അവനെ കൊല്ലുന്നത് ബായേ ഹാത്ത് കാ ഗേൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു മുഹാവരയാണ്. അതായത് നമ്മൾ പറയില്ലേ, എനിക്കെല്ലാം നിസ്സാരമാണ്, ഇതൊന്നും എന്നെ നിസ്സാരമായിട്ട് പറ്റും എന്ന് പറയില്ലേ, അതാണ്. പാമ്പിനെ കൊല്ലുക എന്നുള്ളത് എനിക്ക് എന്തോ ഒരു പുല്ല് പോലെയാണ്, എനിക്ക് അത് നിസ്സാരമാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. കുവയ്ക്ക് ധരാതൽ സേ ജബ് 4-5 ഗജ് രഹാ ഹൂങ്ക തബ് ധ്യാൻ സെ നീച്ചേക്കോ ദേക്ക. ധരാതൽ എന്ന് പറഞ്ഞാൽ അടിത്തട്ട്, കിണറിൻ്റെ അടിത്തട്ടിൽ നിന്നും 4-5 ഗജ്, അതായത് ഗജ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ്. 4-5 ഗജ് എന്ന് പറഞ്ഞാൽ 4-5 ആ യൂണിറ്റ് അടിത്തട്ടിൽ നിന്നും 4-5 യൂണിറ്റ് മുകളിലെത്തിയപ്പോൾ ഞാൻ ധ്യാൻസെ നീച്ചേക്കോ ദേക്ക, ഞാൻ ശ്രദ്ധിച്ച് താഴേക്ക് നോക്കി. അക്കൽ ചക്രാഗയ എന്ന് നമ്മൾ പറയില്ലേ, ഞാൻ എന്താ പറയുക, എനിക്ക് തലകറക്കം വന്നു പോയെന്ന് പറയും. ഞാൻ ഞെട്ടിപ്പോയി. എന്താ കാര്യം? സാമ്പ് ഫൺ ഫൈലായെ ധരാതൽ സെ ഏക് ഹാത്ത് ഊപ്പർ ഉടാ ഹുവ ലഹരാ രഹാത. പാമ്പ് എങ്ങനെയാണ് ഞെട്ടിപ്പോകാൻ കാര്യം എന്താണ്? സാമ്പ് ഫൺ ഫൈലായ, ഫൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പത്തി വിടർത്തിക്കൊണ്ട് ധരാതൽ സെ സാമ്പ് ഫൺ ഫൈലായ ധരാതൽ സെ ഏക് ഹാത്ത് ഊപ്പർ ഉടാ ഹുവ ലഹരാ രഹാതാണ്. ആ അടിത്തട്ടിൽ നിന്നും ഒരടി ഉയരത്തിൽ അതിൻ്റെ ആ പത്തി വിടർത്തിക്കൊണ്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിങ്ങനെ പത്തി ഇങ്ങനെ ആട്ടുമല്ലോ. പൂഞ്ച് ഓർ പൂഞ്ച് കെ സമീപ് കാ ഭാഗ് പൃഥ്വിപ്രദ. പൂഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? വാല്. പൂഞ്ചും അതുപോലെ തന്നെ അതിൻ്റേത് അടുത്തുള്ള ഭാഗങ്ങളെല്ലാം ആ പൃഥ്വി എന്ന് പറഞ്ഞാൽ അടിത്തട്ടിനോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു. ആദ അഗ്രഭാഗ് ഊപ്പർ ഉടാ ഹുവ മേരി പ്രതീക്ഷ കറാത. പിന്നെ എന്താണ്, ആ ബാക്കി മുഴുവൻ ഭാഗങ്ങളും ഇങ്ങനെ മേളിലേക്ക് ഉയർത്തിപ്പിടിച്ചിട്ട് എന്ത് ചെയ്യണമായിരുന്നു? എന്നെ പ്രതീക്ഷിച്ചു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. വാലും വാലിൻ്റെ കുറച്ച് ഭാഗങ്ങളും കിണറിൻ്റെ അടിത്തട്ടിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലും ബാക്കി കുറച്ച് ഭാഗം എന്നെയും പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്നുണ്ടായിരുന്നു. നീച്ചെ ടണ്ട ബാന്താത. അപ്പോൾ എന്ത് ചെയ്യണം?
പത്തി വിടർത്തി പാമ്പ് ഇങ്ങനെ മേളിൽ നിന്ന് ആരാ വരുന്നതെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് അതിങ്ങനെ പത്തി വിടർത്തി ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. നീച്ചെ ടണ്ട ബാന്താത, താഴെ വടി കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരു വടി ഒരരികത്ത് കെട്ടി താഴേക്ക് എറിഞ്ഞു എന്ന് പറഞ്ഞല്ലോ. മേരെ ഉദർനേക്ക് ഗതിസെ ജോ ഇതർ ഉദർ ഹിൽത്താത, ആ വടി ഞാനിങ്ങനെ ആ ധോത്തിയിൽ പിടിച്ച് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ വടി എന്ത് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അനങ്ങുന്നുണ്ടായിരുന്നു. അതായത് അതിൽ ആ വടിയുടെ ആ ധോത്തിയിൽ പിടിച്ചിട്ടാണ് ലേഖകൻ ഇറങ്ങുന്നത്. അപ്പോഴേക്കും അതിൻ്റെ ഏറ്റവും എൻഡിലാണ് എന്ത് കെട്ടിയിരിക്കുന്നത്, വടി കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ധോത്തി അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുമ്പോൾ ഈ വടിയും ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും. ഉസിക്കെ കാരൻ ഷായത് മുജെ ഉദർത്തെ ദേക്ക് സാമ്പ് ഘാതക് ചോട്ക്കെ ആസൻ പർ ബൈഠാത. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ആ വടി ഇങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നത് കണ്ടിട്ട് പാമ്പ് എന്താ വിചാരിച്ചത്, ഘാതക് എന്ന് പറഞ്ഞാൽ കൊല്ലുന്ന ആൾ, ആരോ എന്നെ കൊല്ലാൻ, കില്ലർ ആരോ വരുന്നുണ്ട് എന്നെ കൊല്ലാൻ. അതാണ് പാമ്പ് അങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്നെ കൊല്ലാൻ ആരോ വരുന്നുണ്ട്, അതിനെയും പ്രതീക്ഷിച്ച് തിരിച്ച് അറ്റാക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഉസിക്കെ കാരൻ ഷായത് മുജെ ഉദർത്തെ ദേക്ക് സാമ്പക് ഘാതക് ചോട്ക്കെ ആസൻ പർ ബൈഠാത. സംപേര ജൈസെ बीन बजाकर काले सांप को गिलता है और सांप क्रोधित हो फन फैलाकर गड़ा होता और फूंकार मारकर चोट करता है. അതായത് ഈ പാമ്പാട്ടികൾ, സംപേര എന്ന് പറഞ്ഞാൽ പാമ്പാട്ടി, ബീൻ ബജാക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്, പാമ്പാട്ടിയുടെ കയ്യിൽ ഒരു ഊതുന്ന കുഴൽ കാണുമല്ലോ. അപ്പോൾ പാമ്പാട്ടി എന്ത് ചെയ്യും, ഈ കുഴലിങ്ങനെ ഊതും. ആ സൗണ്ട് കേട്ടിട്ട് പാമ്പ് അതിനനുസരിച്ച് ഇങ്ങനെ അതിൻ്റെ ശ്രദ്ധ അതിലേക്കായിരിക്കും. കുറേ കഴിയുമ്പോൾ അതിന് ദേഷ്യം കയറിയിട്ട് അതിങ്ങനെ ചീറ്റിക്കൊണ്ടേയിരിക്കും. പത്തി വിടർത്തി ഇങ്ങനെ അത് ചീറ്റി ഇങ്ങനെ നിൽക്കും. അതാണ് പറയുന്നത്. അപ്പോൾ സബേര എങ്ങനെയാണോ ഈ ബീൻ ബജാക്കർ കാലെ സാമ്പക്കോ ഗിലാത്താഹേനെ കളിപ്പിക്കുന്നത്, അവർ സാമ്പ് അത് ആ സാമ്പ് ക്രോധിത് ഹോ ഫൺ ഫൈലാക്കർ, അത് കേട്ടിട്ട് ദേഷ്യപ്പെട്ടിട്ട് അതിൻ്റെ പത്തി വിടർത്തിക്കൊണ്ട് ഗഡാ ഹോത്ത അവർ ഫുങ്കാർ മാർക്കറ്റ് ചോട്ട് കർത്താഹെ, എന്നിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ ചീറ്റും, ദേഷ്യം കൊണ്ട് അത് ചീറ്റും. ടീക്ക് ഉസി പ്രകാർ സാം തയ്യാറത, അപ്പോൾ അതിങ്ങനെ കൊത്താനായിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഉസ്ക പ്രതിദ്വന്ദി പ്രതിദ്വന്ദി എന്ന് പറഞ്ഞാൽ ആരാണ്, ശത്രു. അതിൻ്റെ ശത്രു ആരാണ്, ഞാൻ. ഉസസെ കുച്ച് ഹാത്ത് ഊപ്പർ ധോത്തി പക്കടെ ലഡക് രഹാത, അതിൻ്റെ പ്രതിദ്വന്ദി, അതിൻ്റെ ശത്രുവായ ഞാൻ കുറച്ച് ഉയരത്തിലായിട്ട് ഹാത്ത് ഊപ്പർ ധോത്തി പക്കടെ, കയ്യിൽ ആ ധോത്തിയും പിടിച്ച് ഞാനിങ്ങനെ ലഡക് രഹാത എന്ന് പറഞ്ഞാൽ ആ ധോത്തിയിൽ ഇങ്ങനെ പിടിച്ച് തൂങ്ങിക്കൊണ്ട് നിൽക്കുകയായിരുന്നു പ്രതിദ്വന്ദി, ശത്രുവായ ഞാൻ. ധോത്തി ടെങ്ക് സെ ബന്ദി ഹോനെ കെ കാരൻ കുവേ കെ ബീച്ചോം ബീച്ച് ലഡക് രഹി थी. അപ്പോൾ ധോത്തി ഈ വടിയിലിങ്ങനെ ബന്ധിച്ചിരിക്കുകയാണല്ലോ, കെട്ടിയിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ഈ കുവേക്ക് ബീച്ചോം ബീച്ച്, ആ കിണറിൻ്റെ ഒത്ത നടുക്ക് തന്നെ ഇതിങ്ങനെ ലഡക് രഹീതി ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് സപ്പോർട്ട് ചെയ്തിങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു. और मुझे कुएं के दरादल की पर्दी के बीचों बीच ही उतरना था. അപ്പോൾ ഇങ്ങനെ എങ്ങനെയാണ് ഇതിങ്ങനെ നടുക്കിങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലേഖകൻ എവിടെയാണ് ഇറങ്ങേണ്ടത്, ഈ കുവെൻ കെ ദരാദൽ കെ പർദി കെ ബീച്ചോം ബീച്ച്, ഈ അടിത്തട്ടിൻ്റെ നേരെ ആ നടുക്ക് തന്നെയാണ് ആർക്ക് ഇറങ്ങേണ്ടത്, ലേഖകനും ഇറങ്ങേണ്ടത്. इसके माने दे सांप से 2 फुट गज नहीं की दूरी पर पैर रखना. അപ്പോൾ ഇസ്കെ മാനേദേ, അപ്പോൾ അടുത്ത ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ തന്നെ ഇറങ്ങുകയും വേണം. പാമ്പിൽ നിന്നും എന്താണ്, സാമ്പസെ ടേഡ് 2 ഫുഡ്, 2.5 1.5 അടി, 1.5 അല്ലെങ്കിൽ 2.5, ടേഡ് അല്ലെങ്കിൽ 2 ഫുഡ്, 1.5 അല്ലെങ്കിൽ 2 ഫുട്ട് ഗജ് ദൂരത്തിൽ കാൽ വയ്ക്കണം. दूरी पर पैर रखना और इतनी दूरी पर सांप पैर रखते ही चोट करता. പക്ഷെ അങ്ങനെ കാല് വെച്ചാൽ എന്താണ്, പാമ്പ് അപ്പം തന്നെ കടിക്കാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. സ്മരൺ രഹേ, എന്താണ്, ഓർമ്മയുണ്ടാവണം.
കച്ചി കുവേൻ കാ പ്യാസ് ബഹുത് കം ഹോത്താ ഹെ. അപ്പോൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് വളരെ വൃത്തികേടായിട്ട് കിടക്കുന്നത് സിമൻ്റൊന്നും തേക്കാത്ത ഒരു കുവയാണ്. അടിഭാഗമൊന്നും എന്താണ് സിമൻറ്റ് ചെയ്തിട്ടൊന്നും തേച്ചിട്ടൊന്നുമില്ല. നീച്ചെ തോ വ ടേഡ് ഗജ് സെ അധിക് ഹോത്താ ഹി നഹി. അപ്പോൾ നീച്ചെ തോ വ ടേഡ് ഗജ് സെ, അപ്പോൾ താഴെയാണെങ്കിൽ എന്താണ് ടേഡ് ഗജ് 1.5 ഇഞ്ചിൽ കൂടുതൽ അവിടെ അധികം സ്പേസേ ഇല്ല. അതായത് അവിടെ അങ്ങനെ ഇറങ്ങി വിസ്താരമായിട്ട് നിൽക്കാനുള്ള സ്ഥലമൊന്നും ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ऐसी दशा में कुएं में सांप से अधिक 4 फुट की दूरी पर रह सकता था. അപ്പോൾ താഴെ ഈ അടിത്തട്ടിലേക്ക് ഇറങ്ങിയാൽ എങ്ങനെ നിൽക്കണം? ഈ പാമ്പിൽ നിന്നും ഏകദേശം 4 ഫുട്ട് കി ദൂരി, 4 ഫുട്ട് ദൂരത്തിൽ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. പാമ്പ് എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്നും ഈ അടിത്തട്ടിൽ പാമ്പിൽ നിന്നും 4 ഫുട്ട് ദൂരത്തിൽ മാത്രമേ ലേഖകന് താഴേക്ക് ഇറങ്ങിയാൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ എന്ത് ചെയ്യണം? പറ ഉത്തർനാത്തോ ദാ, പക്ഷേ ഇറങ്ങാണ്ട് പറ്റില്ല. കുവേക്ക് ബീച്ച് എവിടെ തന്നെ ഇറങ്ങണം? ഈ കിണറിൻ്റെ നടുക്ക് തന്നെ ഇറങ്ങണം. ക്യോങ്കി മേരാ സാധൻ ബീച്ച് ലടക്ക് രഹാ താ. എന്താണ് അവിടെയാണ്, എന്തിനു വേണ്ടിയിട്ടാണോ ലേഖകൻ കിണറ്റിലേക്ക് ഇറങ്ങിയത് അത് എവിടെയാണ് കിടക്കുന്നത്? ബീച്ച് ഒത്ത നടുക്ക് തന്നെയാണ് ലടക്ക് രഹാ താ. അവിടെ തന്നെ ആ ലെറ്ററുകൾ അവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ ഇറങ്ങിയാലേ പറ്റത്തുള്ളൂ. ഊപ്പർ സെ ലഡക്കർ തോ സാമ്പ് നഹി മാരാ ജാ സക്ത. എന്താണ് ഊപ്പറിൽ നിന്നും, അതായത് തൂങ്ങിക്കൊണ്ട് പാമ്പിനെ അടിക്കാൻ പറ്റില്ല. ഊപ്പർ സെ ലഡക്കർ എന്ന് പറഞ്ഞാൽ തൂങ്ങി നിന്നുകൊണ്ട് പാമ്പിനെ വടി കൊണ്ട് അടിച്ച് കൊല്ലാൻ പറ്റില്ല. ഉദർനാത്തോ ദാഹി, എന്തായാലും താഴേക്ക് ഇറങ്ങേണ്ടതായിട്ട് വരും. തക്കാവട്ട് സെ ഊപ്പർ ചഡ്ബി നഹി സക്താത. തക്കാവട്ട് എന്ന് പറഞ്ഞാൽ ക്ഷീണം. എത്ര നേരം ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്? അപ്പോൾ ക്ഷീണം കൊണ്ടിന് മേളിലേക്ക് പടച്ച് കയറാനും പറ്റില്ല. अब तक अपने प्रतिद्वंदी को पीठ दिखाने का निश्चय नहीं किया था. ലേഖം പറയണം, എന്തായാലും എൻ്റെ ശത്രുവിനെ, പീഠെന്ന് പറഞ്ഞാൽ എൻ്റെ മുതുക് കാണിച്ചു കൊടുക്കാൻ ഞാൻ എന്തായാലും തീരുമാനിച്ചിട്ടില്ല. എന്നുവെച്ചാൽ ഞാൻ തോറ്റു കൊടുക്കാനായിട്ട് തയ്യാറായിട്ടില്ല. यदि ऐसा करता भी तो कुएं के धरातल पर उतरे बिना क्या मैं ऊपर चढ़ सकता था. ഇനിയിപ്പോൾ താഴേക്ക് തോറ്റു കൊടുക്കാമെന്ന് വിചാരിച്ച് തന്നെ താഴേക്ക് ഇറങ്ങിയാൽ താഴേക്ക് ഇറങ്ങാണ്ട് ഇനി മുകളിലേക്ക് കയറാൻ പറ്റുകയില്ല. ധീരെ ധീരെ ഉതർന്നേലക. അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു? പതുക്കെ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഏക് ഇഞ്ച് ജോം മേ നീച്ചെ ഉതർത്താ ജാത്താ. ഓരോ ഇഞ്ചും ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ താഴേക്ക് ഇങ്ങനെ പതുക്കെ ആ ധോത്തിയിൽ പിടിച്ചിറങ്ങാൻ തുടങ്ങി. त्यों മേരി ഏകാഗ്ര ചിത്തത ബഡ്തി ജാത്തി थी. ഞാൻ ഏകാഗ്ര ചിത്രത എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ, വളരെ കെയർഫുള്ളായിട്ടാണ് ഞാൻ ഇറങ്ങിയിരുന്നത്. മുझे ഏക്ക് സൂചി എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഐഡിയ കിട്ടിയിരുന്നു. അങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ഉപായം തോന്നി, ഒരു ഐഡിയ കിട്ടി. ദോനോ ഹാത്തോം സെ ധോത്തി പക്കടെ കുയെ മേനെ അപ്പനെ പയർ കുവേങ്കി ബഗൽ മേ ലഗാ ദിയ. 2 കൈ കൊണ്ടും എന്ത് ചെയ്തു? ഞാൻ എൻ്റെ ആ ധോത്തിയിൽ പിടിച്ചിട്ട് കാലെന്ത് ചെയ്തു? കുവേക്ക് ബഗൽ മേ ലഗാ ദിയേ. ബഗൽ എന്ന് പറഞ്ഞാൽ ആ കിണറിൻ്റെ സൈഡിലേക്ക് കാലുകൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത്, 2 കാലും 2 സൈഡിലേക്കും സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ നിർത്തി. 2 കൈയും കൊണ്ടും ഈ ധോത്തിയിൽ പിടിച്ചിട്ട് കാലുകൾ 2 എന്ത് ചെയ്തു? കിണറിൻ്റെ 2 സൈഡിലേക്കും, ഒരു കാലിപ്പുറത്തും ആയിട്ട് സൈഡിലേക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നു. ദീവാർ സെ പയർ ലഗ്തേ ഹി കുച്ച് മിട്ടി നീച്ചെ ഗിരി. നേരത്തെ പറഞ്ഞു കിണർ സിമൻ്റൊന്നും തേക്കാത്തതാണെന്ന്. അപ്പോൾ കാലിങ്ങനെ ആ ദീവാർ കിണറിൻ്റെ ആ ചുമരിൽ വെച്ചപ്പോൾ തന്നെ എന്ത് ചെയ്തു? കുച്ച് മിട്ടി നീച്ചെ ഗിരി, കുറച്ച് മണ്ണ് താഴേക്ക് വീണു. അവർ സാമനെ ഫൂ കർക്കെ ഉസ് പർ മുഹ് മാരാ. പാമ്പ് എങ്ങനെയാണ് സൗണ്ട് കേൾക്കുമ്പോൾ ആ ഭാഗത്തേക്കാണ് തിരിയുന്നത്. അപ്പോൾ പാമ്പിൻ്റെ മേത്തേക്ക് മണ്ണ് വീണപ്പോൾ അതിങ്ങനെ ആ പത്തി വിടർത്തി ഇങ്ങനെ ചീറ്റി. മേരെ പയർ ബി ദീവാർ സെ ഹട്ട് ഗയെ. ആ കാലും ആ ഭിത്തിയിൽ നിന്നും തെന്നിപ്പോയി. അവർ മേരി
टांगें कमर से समकोण बनती हुई लटकती रही. സമകോൺ എന്ന് പറഞ്ഞാൽ റൈറ്റ് ആംഗിളിൽ ആ പൊസിഷനൊക്കെ അങ്ങോട്ട് മൊത്തത്തിൽ മാറിപ്പോയി. ഇടുപ്പിൽ നിന്നും താഴേക്ക് വീണു എന്നാണ് അർത്ഥം. पर इससे सांप से दूरी और कुएं की परिधि पर उतरने का टंक मालूम हो गया. പക്ഷേ അങ്ങനെ ചെയ്തതുകൊണ്ട് ഒരു ഗുണം കിട്ടി. എന്താണ്? പാമ്പിൽ നിന്നും എത്ര ദൂരം ആ കിണറ്റിൽ നിൽക്കേണ്ട ഒരു പരിധി എനിക്ക് മനസ്സിലായി അങ്ങനെ സംഭവിച്ചപ്പോൾ. തനിക് ചൂൽക്കർ മേനെ അപ്പനെ പയർ കുവേങ്കി ബഗൽ സെ സട്ടായെ. തനിക് ചൂൽക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ഒന്ന് തൂങ്ങിയിട്ട് ഞാൻ എൻ്റെ കാല ആ കിണറിൻ്റെ സൈഡിൽ നിന്ന് നീക്കി. और कुछ धक्के के साथ अपने प्रतिद्वंदी के सन्मुख कुएं की दूसरी ओर 1.5 गज पर कुएं के धरातल पर गड़ा हो गया. എന്നിട്ട് എന്ത് ചെയ്തു? സന്മുഖം എന്ന് പറഞ്ഞാൽ ഈ നേർക്ക് നേര്, അതാണ്. ആ കുറച്ച് കൂടി അങ്ങോട്ട് നീങ്ങി നിന്നിട്ട് സന്മുഖ് ആ പാമ്പിൻ്റെ എതിരാളിയുടെ നേർക്ക് നേര് മുന്നിൽ ആ കിണറിൻ്റെ മറുവശത്ത് 1.5 ഗജ് 1.5 അടി ഡിസ്റ്റൻസിൽ ആ കിണറിൻ്റെ അടിഭാഗത്തേക്ക് പോയി നിന്നു. ആക്കേം ചാർ ഹുയി എന്ന് പറഞ്ഞാൽ ഒരു മുഹാവരിയാണ്. ഫേസ് ടു ഫേസ് എന്നാണ് അതിൻ്റെ മീനിങ്. ആംനെ സാംനെ എന്ന് പറയും. അപ്പം നേരെ നോക്കി ഇങ്ങനെ നിന്നു. തമ്മിൽ കണ്ടു രണ്ടുപേരും. ആക്കേം ചാർ ഹുയെ, അതായത് ആക്കേം ചാർ ഹുയെ എന്ന് പറഞ്ഞാൽ ഫേസ് ടു ഫേസ്. ഷായത് ഏക് ദൂസരേക്കോ പഹച്ചാന, രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിഞ്ഞു. സാമ്പുക്കോ ചക്ഷുസ്രവ കത്തേഹ്, പാമ്പിനെ എന്താണ് പറയുന്നത്? ചക്ഷുസ്രവ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണുകൊണ്ട് കാണുന്നതിനെയാണ് ചക്ഷുസ്രവ എന്ന് പറയുന്നത്. പാമ്പ് എപ്പോഴും കണ്ണുകൊണ്ടാണ് കാണുന്നത്. ചക്ഷുസ്രവ അതിനർത്ഥം കണ്ണുകൊണ്ട്. പാമ്പ് കേൾക്കുന്നത് കണ്ണുകൊണ്ടാണ്, കണ്ണുകൊണ്ട് കേൾക്കുന്നു. സെൻസേഷൻ ഏതാണ്? ആ കണ്ണുകളാണ് അതിൻ്റെ സെൻസേഷൻ കിട്ടുന്നത്. അപ്പോൾ അതിനെ ചക്ഷുസ്രവ കത്തേഹ്. വേ സ്വയം ചക്ഷുസ്രവ ഹോരഹാദ. അപ്പം ഞാനും എന്താണ്? സ്വയം ചക്ഷുസ്രവ, ഞാനും എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ തുടങ്ങി. अन्य इंद्रियों ने मानो सहानुभूति से अपनी शक्ति आँखों को दे दी होന്ന്. ഇത് മറ്റുള്ള ഇന്ദ്രിയങ്ങളെല്ലാം, അതായത് പാമ്പിൻ്റെ സെൻസേഷൻ എന്താണ്? കണ്ണുകൾക്കാണ്. അതുപോലെ തന്നെ ആരായി? ഞാനും ലേഖകനുമായി. ലേഖകനും ശബ്ദിക്കാൻ പറ്റുന്നില്ല, ആ പാമ്പും ശബ്ദിക്കുന്നില്ല. അവിടെ കണ്ണുകൾ കൊണ്ടാണ് സംസാരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ സെൻസുകളും നിശ്ചലമായി. പരസ്പരം കണ്ണുകൾ മാത്രമാണ് സംസാരിക്കുന്നത്. ബാക്കി എല്ലാ സെൻസുകളും എന്താണ്? നിശ്ചലമായി എന്നാണ് ലേഖകൻ പറയുന്നത്. अन्य इंद्रियों ने मानो सहानुभूति से अपनी शक्ति आँखों को दे दी होന്ന്. അതായത് മറ്റുള്ള ഇന്ദ്രിയങ്ങളെല്ലാം അതിൻ്റെ എല്ലാ ശക്തികളും എന്തിലേക്ക് കൊടുത്തു? കണ്ണിലേക്ക് കൊടുത്തു എന്ന്. सांप के फन की ओर मेरी आंखें लगी हुई थी कि वह कब किस ओर को आक्रमण करता है. ഞാൻ എന്താണ് നോക്കിക്കൊണ്ടിരുന്നത്? ആ പാമ്പിൻ്റെ ആ ഫൺ, ആ പത്തിയിലാണ് നോക്കിക്കൊണ്ടിരുന്നത്. എൻ്റെ കണ്ണുകൾ അതിലായിരുന്നു. കാര്യം എന്താണ്? അത് എപ്പോഴാണ്, ഏത് സമയത്താണ് ഒരു അറ്റാക്കിന് തയ്യാറെടുക്കുന്നതെന്ന് ഞാനിങ്ങനെ ശ്രദ്ധിച്ചു കൊണ്ടേയിരുന്നു. സാമ്പിന് മോഹിനി സി ഡാൽ ദീദി. സാമ്പ് എന്താണ്? മോഹിനി എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പിനെ മോഹിനി സി ഡാലീദി എന്ന് പറഞ്ഞാൽ പാമ്പ് എന്നെ ഇങ്ങനെ ആകർഷിക്കാൻ ശ്രമിച്ചു. എന്നെ ഇങ്ങനെ ശ്രമിച്ചു. മോഹിനി എന്ന് പറഞ്ഞാൽ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഷായത് വ മേരെ ആക്രമണക്ക് പ്രതീക്ഷ മേധ. അതും എന്താണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്? പാമ്പും പ്രതീക്ഷിക്കുന്നത് എന്താണ്? എന്നെ എപ്പോഴാണ് ഇത് അറ്റാക്ക്, ഈ വന്നിരിക്കുന്ന ആൾ എന്നെ എപ്പോഴാണ് അറ്റാക്ക് ചെയ്യുന്നത്, അതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്നാണ് പാമ്പ് ചിന്തിക്കുന്നത്. पर जिस विचार और आशा को लेकर मैंने कुएं में घुसने की डानी दी वह तो आकाश कुसुमതാണ്. ഞാൻ എന്ത് വിചാരിച്ചിട്ടാണോ താഴേക്ക് ഇത്ര ധൈര്യത്തോടെ കിണറ്റിലേക്ക് ചാടിയത്, അത് ആകാശ് കുസും എന്ന് പറഞ്ഞാലും, അത് ആകാശം എന്ന് പറഞ്ഞാൽ ആകാശം, കുസും എന്ന് പറഞ്ഞാൽ പൂവ്. അതൊരു മുഹാവരയാണ്. അതായത് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്, പക്ഷെ ഭയങ്കര കോൺഫിഡൻറ്റിൽ ഞാൻ ഇറങ്ങി. എന്നെക്കൊണ്ട് പറ്റുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വളരെയധികം ആത്മവിശ്വാസത്തോടെയാണ് ഇറങ്ങിയത്.
പക്ഷേ അത് പോസിബിളായ ഒരു കാര്യമല്ല എന്ന് താഴെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി. मनुष्य का अनुमान और भावी योजनाएं कभी कभी कितनी मिथ्या और उल्टी निकलती है. അതായത് ചില മനുഷ്യരുണ്ടല്ലോ ഭയങ്കര ആത്മവിശ്വാസത്തിലൊക്കെ ഓവർ കോൺഫിഡൻസ് എന്ന് പറയും. അപ്പോൾ അതാണ് പറയുന്നത് മനുഷ്യക്ക് മനുഷ്യൻ തീരുമാനിക്കുന്നതും അനുമാനിക്കുന്നതും അവർ ഭാവി യോജനയെ, നമ്മൾ ഭാവിയിലേക്ക് പല കാര്യങ്ങളൊക്കെ തീരുമാനിക്കാറുണ്ട്, എനിക്ക് അങ്ങനെ പറ്റും ഇങ്ങനെ പറ്റുമെന്നൊക്കെ. പക്ഷേ അത് കബി ചിലപ്പോഴൊക്കെ എന്താണ്, ചിലപ്പോഴല്ല പലപ്പോഴും കിത്തിനി മിഥ്യ, അത് ഒരു മിഥ്യയാണ്, നടക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ വിചാരിച്ച് വയ്ക്കുന്നത്. അവർ ഉൾട്ടി നികഴ്ത്തിയെ, അതെന്താണ് തെറ്റായി മാറുകയും ചെയ്യും. നമുക്ക് പറ്റുമെന്ന് നമ്മൾ ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫുൾ പ്ലാനിങ് ഒക്കെ നടത്തും. പക്ഷേ അങ്ങനെയൊന്നും സംഭവിക്കാണ്ട് നേരെ തിരിച്ചു വരും. അതിവിടെ പറയാൻ കാര്യം എന്താണ്, താഴെ വരുമ്പോൾ തന്നെ എന്ത് ചെയ്യാമെന്നാണ് ലേഖകൻ വിചാരിച്ചത്, പാമ്പിനെ അങ്ങോട്ട് വടി കൊണ്ട് അടിച്ച് തല്ലിക്കൊല്ലാമെന്ന്. പക്ഷേ താഴേക്ക് ഇറങ്ങും തോറും മനസ്സിലായി ഞാൻ വിചാരിച്ച പോലെയൊന്നും അല്ല കാര്യങ്ങളിലൂടെ നടക്കാൻ പോകുന്നതെന്ന്. मुझे सांब का साक्षात होते ही अपनी योजना और आशा की असंभवता प्रतीत हो गई. സത്യം പറഞ്ഞാൽ എന്താണ്, ഞാൻ പാമ്പിനെ നേരെ വന്ന് കണ്ടതും എൻ്റെ പ്ലാനെല്ലാം ഞാൻ എന്താണോ വിചാരിച്ചത് അതൊന്നും യാഥാർത്ഥ്യമാകാൻ പോകില്ല എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായി. ടണ്ട ചലാനേക്ക് ലിയെ സ്ഥാൻ ഹി നാഥ. എന്താ അങ്ങനെ തോന്നാൻ കാര്യം, വടി കൊണ്ടടിച്ച് കൊല്ലാനാണ് പ്ലാൻ, പക്ഷേ ആ വടിയൊന്ന് അനക്കണ്ടേ, അതിനുള്ള സ്ഥലം പോലും അവിടെ ഉണ്ടായിരുന്നില്ല. ലാട്ടിയ ടണ്ട ചലാനേക്ക് ലിയെ കാഫി സ്ഥാൻ ചാഹിയ. വടിയൊക്കെ ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി അടിക്കണമെങ്കിൽ കുറച്ച് സ്പേസ് എങ്കിലും വേണ്ടേ, അതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ജിസ്മേ വേ ഗുമായേ ജാസകെ. എങ്ങനെയാണ് ഗുമായേ ജാസകെ എന്ന് പറഞ്ഞാൽ നമ്മൾ വടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചലിപ്പിക്കണ്ടേ, ഇങ്ങനെ കറക്കുകയൊക്കെ വേണ്ടേ, അതിനുള്ള സ്പേസ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. സാമ്പുക്കോ ടണ്ടേസെ ദബായ ജാ സക്താത. ഇനി എന്ത് ചെയ്യാം, പാമ്പിനെ ഇങ്ങനെ ദബാന എന്ന് പറഞ്ഞാൽ വടി കൊണ്ടിങ്ങനെ അമർത്തി പിടിക്കാം. ചിലപ്പോൾ വടി കൊണ്ടിങ്ങനെ അമർത്തി പിടിക്കാൻ പറ്റുമായിരിക്കും. पर ऐसा करना मानो तोप के मुहरे पर गड़ा होना था. പക്ഷെ അങ്ങനെ ചെയ്യുന്ന എന്താണ്, അതൊരു വലിയ മണ്ടത്തരമായിരിക്കും. അത് എന്ത് മണ്ടത്തരമാണ്, തോക്കിൻ്റെ മുമ്പിൽ തോക്കിൻ്റെ തുമ്പത്ത് വന്ന് നിൽക്കുന്ന പോലെ ആയിരിക്കും അങ്ങനെ ചെയ്യുന്നത്. यदि फन या उसके समीप का भाग ना दबा तो फिर वह पलटकर ज़रूर काटता. ഇനി കറക്റ്റായിട്ട് അതിൻ്റെ ആ പത്തിയിൽ ഇങ്ങനെ അമർത്തി പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും, അത് തിരിച്ച് എന്നെ വന്ന് കടിക്കാനായിട്ട് തീർച്ചയായും എന്നെ വന്ന് കടിക്കും, തിരിച്ചു കൊത്തുമെന്ന് പറയില്ലേ. और फन के पास दबाने की कोई संभावना भी होती तो फिर उसके पास पड़ी हुई 2 चिट्टियों को कैसे उड़ाता. ഇനി എന്താണ്, ഫൻ കെ പാസ് ദബാനെ കി കോയി, ഇനിയിപ്പോൾ ആ പത്തിയിൽ അമർത്തി പിടിക്കാനായിട്ട് പറ്റുമെങ്കിൽ പോലും ഉസ്കെ പാസ് പടി ഹുയി, അതിൻ്റെ അടുത്ത് കിടക്കുന്ന 2 ചിട്ടികൾ എടുക്കാൻ വേറെ എന്താണ് മാർഗം. ദോ ചിട്ടിയാം ഉസ്കെ പാസ് ഉസ്സെ സട്ടി ഹുയി പടി ദി ഓർ ഏക് മേരി ഓർ ദി. ഒരെണ്ണം എൻ്റെ അടുത്തും പിന്നെ എന്താണ് സടി ഹുയി എന്ന് പറഞ്ഞാൽ മറ്റു 2 ലെറ്ററും കിടക്കുന്നത് എവിടെയാണ്, പാമ്പിൻ്റെ തൊട്ടടുത്ത് തന്നെ. മേതു ചിട്ടിയാൻ ലേനെ ഹി ഉത്തരാത. എന്തായാലും ഞാൻ ലെറ്റർ എടുക്കാനാണ് ഇവിടെ താഴേക്ക് വന്നത്. ഹം ദോനോ അപ്പനെ പൈത്തരോം പർ ഹട്ടേതേ. ഞങ്ങൾ രണ്ടുപേരും, പൈത്തരോം എന്ന് പറഞ്ഞാൽ എന്താണ്, പൊസിഷൻ, ഞങ്ങൾ രണ്ടുപേരും ആ പൊസിഷനിൽ ഉറച്ചു നിൽക്കുകയാണ്. പാമ്പ് പാമ്പിൻ്റേതായ സ്ഥലത്തും ഞാൻ എൻ്റേതായ സ്ഥലത്തും. ഉസ് ആസൻ പർ ഗഡേ ഗഡേ മുജേ 4-5 മിനിറ്റ് ഹോകെ. ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ആ നിന്ന നിൽപ്പ് തുടങ്ങിയിട്ട് 4-5 മിനിറ്റായി. ദോനോ ഓർസെ മോർച്ചെ പടേ ഹുയേതേ. മോർച്ചയെന്ന് പറഞ്ഞാൽ 2 സൈഡിലേക്കും എന്ത് നേരിടാൻ തയ്യാറായിട്ടിങ്ങനെ റെഡിയായി 2 പേരും നിൽക്കുന്നുണ്ടായിരുന്നു. മോർച്ചെ പടേ ഹുയേതേ. പർ മേരാ മോർച്ച കംസോർദ. പക്ഷേ എൻ്റെ മോർച്ച, എൻ്റെ ആ എന്താണ് പൊസിഷൻ എന്തായിരുന്നു, കംസോർ, വീക്കായിരുന്നു. കഹി സാമ്പ് മുझ पर चपट पड़ता तो मैं यदि बहुत करता तो उसे पकड़कर कुचलकर मार देता, पर वह तो अचूक तरल विष मेरे शरीर में पहुंचा ही देता और अपने साथ साथ मुझे भी ले जाता. ഇനി
കഹി സാം മുജ് പർ ചപട്ട് പടുത്താത്തോ. ഇനി എങ്ങാനും പാമ്പെന്നെ ഉപദ്രവിച്ചാൽ ഞാനെന്ത് തീരുമാനിച്ചു, അതിൻ്റെ മേൽ കുതിച്ച് ചാടി അതിനെ ചവിട്ടി മെതിച്ച് അതിനെ ഞാൻ കൊല്ലും. അച്ചൂക്കെന്ന് പറഞ്ഞാൽ പാമ്പിനെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ എന്താണ്, ഞാൻ ഇത്രയൊക്കെ ചെയ്താലും അച്ചൂക്ക് തരൽ വിഷ്, അതിൻ്റെ ആ വിഷം ശരീരമേ പൗഞ്ച് ഹി ദേത്ത, അതിൻ്റേതായ വിഷം എൻ്റെ മേലത് എത്തിക്കും, അതായത് എന്നെ കൊത്തും. ഞാനിതിങ്ങനെയൊക്കെ ചെയ്താൽ പോലും അതെന്നെ കൊത്താൻ സാധ്യതയുണ്ട്. അവർ അപ്പനെ സാത്ത് സാത്ത് മുജേ ബി ലേ ജാത്ത, അവൻ്റെ കൂടെ എന്നെയും കൊണ്ടുപോകും. അബ് തക് സാമനെ വാർണ കിയാതാ, ഇതുവരെയായിട്ടും എന്താണ്, പാമ്പെന്നെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. अब तक सामने वार्ना किया था, इसलिए मैंने भी उसे टंडे से दबाने का ख्याल छोड़ दिया. ഇതുവരെയായിട്ടും എന്താണ്, പാമ്പ് എന്നെ ഉപദ്രവിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാനും അതിനെ അങ്ങനെ അമർത്തിപ്പിടിക്കാനുള്ള ആ ഒരു തീരുമാനം മാറ്റി. ഏസാ കർണ ഉചിത് പീനാഥ, അങ്ങനെ ചെയ്യുന്നത് ശരിയുമല്ലായിരുന്നു, കറക്റ്റ് ആയിരിക്കില്ല, ചിലപ്പോൾ അത് ഉൾട്ട ആവാൻ സാധ്യതയുണ്ട്. അബ് പ്രശ്നതാക്കി ചിട്ടിയാ കൈസെ ഉഡായി ജായേ, ഇനി എന്താണ് പ്രശ്നം, ഇനി എങ്ങനെയാണ് ആ ലെറ്റർ എടുക്കുക എന്നുള്ളൊരു ചോദ്യം മുന്നിൽ വന്നു. ബസ് ഏക്ക് സൂറത്തി, ശരി, എനിക്കൊരു ഐഡിയ, പെട്ടെന്ന് എനിക്കൊരു ഉപായം തോന്നി. ടണ്ടേ സെ സാമ്പ് കി ഓർ സെ ചിട്ടിയോങ്കോ സർക്കായ ജായേ, പാമ്പിൻ്റെ അടുത്ത് കിടക്കുന്ന ലെറ്റർ എന്താ, സർക്കായ എന്ന് പറഞ്ഞാൽ വടി കൊണ്ട് അങ്ങോട്ട് നീക്കിയിടുക. അങ്ങനെ ഒരു ഐഡിയ എനിക്ക് തോന്നി. പാമ്പിൻ്റെ അരികത്ത് കിടക്കുന്ന ലെറ്റർ വടി കൊണ്ട് തോണ്ടി നീക്കുക. യദി സാമ്പ് ടൂട്ട്പട, ഇനി എങ്ങാനും പാമ്പ് കൊത്താൻ നോക്കിയാൽ തോ കൊയ് ചാരാനാഥ, പക്ഷെ വേറെ ഇനിയൊരു മാർഗമൊന്നുമില്ല. കുർത്താതാ അവർ കൊയ് കപ്പടാനാഥ, കുർത്ത മാത്രമേ ഉള്ളൂ, ഇനി വേറെ വസ്ത്രങ്ങളൊന്നുമില്ല. ജിസസെ സാമ്പ് കെ മൂക്കി ഓർ കറക്കി ഉസ്കെ ഫൻകോ പക്കടാലോ, വേറെ ഏതെങ്കിലും വസ്ത്രം ഉണ്ടായിരുന്നെങ്കിൽ
ആ പാമ്പിൻ്റെ വായിൻ്റെ അവിടെ കൊണ്ട് അമർത്തി ഇങ്ങനെ പത്തി വിടർത്തിയതിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ മൂടി പിടിക്കാമായിരുന്നു. പക്ഷേ ഇനി വേറെ വസ്ത്രങ്ങളൊന്നുമില്ല. മർണയ ബിൽക്കുൽ ഛേഡ്ഖാനി ന കർണ ഏതോ മാർഗ് ദേ. ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം, അതിനെ മരിക്കുക, ഒന്നില്ലെങ്കിൽ മരിക്കുക. ബിൽക്കുൽ ചോഡ്ഗാനി നാ കർണ, അല്ലെങ്കിൽ അതിനെ ഒട്ടും എന്താണ് പറയുക, ഛേഡ്ഖാനി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റർബ് ചെയ്യാണ്ട് മാറി നിൽക്കുക. ഈ രണ്ട് മാർഗങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. സോ പഹല മേരി ശക്തിക്ക് ബാഹർദ, അതായത് അതിനെ കൊല്ലുക എന്നുള്ളത് എന്നെക്കൊണ്ട് പറ്റില്ല. ബാധ്യ ഹോക്കർ ദൂസരെ മാർഗക്ക അവലംബൻ കർണാപ്പട. എന്താണ് ലാസ്റ്റ് എന്താണ്, എനിക്ക് രണ്ടാമത്തെ മാർഗം സ്വീകരിക്കാനായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിനെ കൊല്ലാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല. ഇനി അതിനെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറ്റുന്നത്. അപ്പം ബാധ്യം എന്ന് പറഞ്ഞാൽ നിവൃത്തിയില്ലാത്ത ഞാൻ എന്താണ് രണ്ടാമത്തെ മാർഗം സ്വീകരിക്കാൻ തീരുമാനിച്ചു. टंडे को लेकर ज्यों ही मैंने सांब की दाई और पड़ी चिट्टी को और उसे बढ़ाया कि सांब का फन पीछे की ओर हुआ. ഞാൻ എന്ത് ചെയ്തു, വടി കൊണ്ട് പതുക്കെ എന്ത് ചെയ്തു, സാമ്പുക്ക് ദായി ഓർ, പാമ്പിൻ്റെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ തട്ടാൻ നോക്കി. അപ്പോഴേക്കും പാമ്പ് എന്ത് ചെയ്തു, മൂവ് ചെയ്യാൻ തുടങ്ങി. പാമ്പ് അതിൻ്റെ പിന്നിലേക്ക് മാറി. ധീരെ ധീരെ ടണ്ട ചിട്ടിക്ക് ഓർ ബെഡ അവർ ജോ ഹി ചിട്ടിക്ക് പാസ് പहुंच. പതുക്കെ പതുക്കെ ഞാൻ എന്ത് ചെയ്തു, വടി ആ ലെറ്ററിൻ്റെ അടുത്തേക്ക് നീക്കി. ജോ ഹി ചിട്ടിക്ക് പാസ് പहुंच, ആ ലെറ്ററിൻ്റെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് തന്നെ ഫുങ്കാർ കെ സാത്ത് കാലി ബിജ്ലി തടപ്പി അവർ ടണ്ടേ പർ ഗിരി. ഈ പാമ്പിനൊരു അതെവിടെയാണോ അനക്കം കാണുന്ന അവിടേക്കാണ് തിരിയുന്നത്. അപ്പോൾ ഇതിങ്ങനെ വടി അനങ്ങുന്ന കണ്ടപ്പോഴേക്കും അതെന്ത് ചെയ്തു, തിരിഞ്ഞ് ആ വടിയുടെ അടുത്തേക്ക് വന്നു. ഹൃദയമേ കമ്പ് ഹുവ, അതായത് ഞാൻ അങ്ങോട്ട് വല്ലാതെ പേടിച്ചു പോയി. ഓർ ഹാത്തോമിനെ ആജ്ഞാനമാനി, എൻ്റെ കൈകൾ എന്താണ് പേടിച്ചപ്പോഴേക്കും എൻ്റെ കൈകൾ, ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും എൻ്റെ കൈകൾ സമ്മതിച്ചില്ല, അല്ലെങ്കിൽ എൻ്റെ കൈകൾ എൻ്റെ ആജ്ഞകളൊന്നും സ്വീകരിക്കാണ്ടായി. ടണ്ട ചൂട്ട്പടാം, വടി താഴേക്ക് പോയി. മേത്തോ നാ മാലും കിത്തന ഊപ്പർ ഉച്ചൽക്കയ, എനിക്ക് തന്നെ അറിയില്ല ഞാൻ എത്ര മേളിലേക്കാണ് വന്നത്. ഉച്ചൽന എന്ന് പറഞ്ഞാൽ മേളിലേക്ക് ചാടിക്കയറുക. ജാൻപുഷ്കർ നഹി, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. യോഹി ബിദക്കർ, അറിയാതെ പെട്ടെന്ന് പേടിച്ചിട്ട് അറിയാണ്ട് മേളിലേക്ക് നമ്മളിങ്ങനെ ചാടിക്കയറൂല, അങ്ങനെ സംഭവിച്ചതാണ്. ഉജൽക്കർ ജോ ഗഡാ ഹുവാത്തോ ദേക്ക, ചാടിക്കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ താഴേക്ക് നോക്കിയപ്പോൾ ടണ്ടയ്ക്ക് സിർ പർ 3-4 സ്ഥാനോം പർ പീവ് സ കുച്ച് ലഗാ ഹുവാ ഹെ, താഴേക്ക് നോക്കിയപ്പോൾ എന്താണ്, ആ വടിയിൽ 3-4 സ്ഥാനോം പർ 3-4 സ്ഥലത്തേക്ക് പീവ് സ എന്ന് പറഞ്ഞാൽ, പീവ് എന്ന് പറഞ്ഞാൽ ഈ പസ്സില്ലേ, അതായത് ഈ പാമ്പ് ഇങ്ങനെ വിഷം ചീറ്റുമ്പോഴുള്ള പസ് അതിങ്ങനെ കിടക്കുന്നതായിട്ട് ഞാൻ കണ്ടു. പാമ്പിൻ്റെ ആ പസ് കിടക്കുന്നതായിട്ട് ഞാൻ കണ്ടു 3-4 സ്ഥലത്ത്. 3-4 പസ്. അപ്പോൾ വിഷത, അതെന്തായിരുന്നു, അത് വിഷം, അതായത് പാമ്പ് ഈ സൗണ്ട് കേട്ടപ്പോഴേക്കും വിഷം ചീറ്റി. സാമ്പിനെ മാനോ അപ്പനി ശക്തി കാ സർട്ടിഫിക്കറ്റ് സാമനെ രഖ് ദിയാ താ. പാമ്പ് എന്താണ് തൻ്റെ ശക്തിയുടെ സർട്ടിഫിക്കറ്റ് അവിടെ സർട്ടിഫിക്കറ്റിന് കാണിച്ചെന്നാണ് ലേഖകൻ പറയുന്നത്. അതിന് എത്രത്തോളം ശക്തി ഉണ്ടെന്ന് അത് തെളിയിച്ച് എനിക്ക് കാണിച്ചു തന്നു. പർ മേത്തോ ഉസ്കി യോഗ്യത കാ പഹലേ ഹി സെ ഖായൽ താ, പക്ഷേ എനിക്ക് അതിൻ്റെ എത്രത്തോളം അതിന് യോഗ്യതയുണ്ടെന്ന് ഞാൻ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു. ആ പാമ്പ് അതിൻ്റെ സർട്ടിഫിക്കറ്റാണ്, എനിക്ക് എത്രയധികം ശക്തി ഉണ്ടെന്നുള്ള സർട്ടിഫിക്കറ്റാണ് കാണിച്ചു തന്നത്. പക്ഷേ ലേഖകൻ പറയുന്നത് അതിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് ഇതിനു മുമ്പ് തന്നെ ഞാൻ മനസ്സിലാക്കിയിരുന്നു എന്ന്. ഖായൽ എന്ന് പറഞ്ഞാൽ എനിക്കറിയാമായിരുന്നു എന്നർത്ഥം. ഒരു സർട്ടിഫിക്കറ്റ് കി ജറൂരത്ത് നദി, അതിൻ്റെ ആ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല, അതിൻ്റെ ശക്തി എത്രയെന്ന് എനിക്കറിയാമായിരുന്നു. സാമ്പിനെ ലഗാതാർ ഫൂം ഫൂം കർക്കെ ടണ്ടേ പർ 3-4 ചോടേങ്കി, അതായത് പിന്നെയും പാമ്പ് എന്ത് ചെയ്തു, കണ്ടിന്യൂസ് ആയിട്ട് ഫൂം ഫൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ വടിയിലിങ്ങനെ 4-5 മുറിവുകളും ഉണ്ടാക്കി. വ ടണ്ട പഹലി ബാർ ഇസ് ബാന്തി അപമാനിത് ഹുവാത, ആ വടി ആ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും
ഇങ്ങനെ അപമാനിതനാകുന്നതെന്ന് പറഞ്ഞത്. കാര്യം എന്താണ്? സാധാരണ വടിയാണ് എല്ലാവരെയും അടിക്കുന്നത്. ഇപ്പോൾ ഇവിടെ എങ്ങനെയാണ്? വടിക്കാണ് പാമ്പിൻ്റെ അടി കിട്ടിയേക്കുന്നത്. അതാണ് വടി ആദ്യമായിട്ടാണ് ജീവിതത്തിൽ അപമാനിതയായി എന്ന് പറയുന്നത്. യാ ഷായദ് വ സാമ്പ് കാ ഉപഹാസ് കർ രഹാ താ. അല്ലെങ്കിൽ എന്താണ്? പാമ്പ് അതിനെ കളിയാക്കുക ആയിരിക്കും, ആ വടീനെ കളിയാക്കി ചിരിക്കുകയായിരിക്കും എന്നായിരിക്കും ലേഖൻ ചിന്തിക്കുന്നത്. അബ് ഊപ്പർ ചढ़ना कोई कठिन काम ना था. സോറി, മാറിപ്പോയി. उधर ऊपर फूम फूम और मेरे उछलने और फिर वही धमाके से गिरे होने से छोटे भाई ने समझा कि मेरा कार्य समाप्त हो गया और बंधुत्व का नाता फूम फूम और धमाके में टूट गया. അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ, ഈ ശബ്ദങ്ങളും കോലാഹലങ്ങളൊക്കെ കേട്ടപ്പോൾ താഴെ നിന്നിരുന്ന എൻ്റെ ബ്രദർ വിചാരിച്ചു എൻ്റെ പണി കഴിഞ്ഞു എന്ന്. അവൻ വിചാരിച്ചു എന്താണ്? പാമ്പ് എന്നെ കടിച്ചു, ഞാൻ അവിടെ വീണു, ഞാൻ മരിച്ചുപോയി എന്നൊക്കെ അവൻ വിചാരിച്ചു. ബന്ധുത്തുക്കാൻ നാത്താന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു. അവൻ ഫൂം ഫൂം ഓർ ധമാക്കമേ ടൂട്ട് ഗയ. ഒരു ധമാക്ക എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാസ്റ്റ് നടന്നു, അവിടെ ഒരു ഭയങ്കരമായ കോലാഹലങ്ങളൊക്കെ നടന്നു എന്നൊക്കെ വിചാരിച്ച് അവൻ ആകെ വിഷമിച്ചു. ഉസ്നെ ഖ്യാൽ കിയാ കി സാമ്പ് കെ കാട്ട്നെ സെ മേ ഗിർ ഗയ. അവൻ എന്താ വിചാരിച്ച? പാമ്പിൻ്റെ കടിയേറ്റ് ഞാൻ താഴേക്ക് വീണിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു. മേരെ കഷ്ട ഓർ വിരഹ് ഗ്യാൽ സെ ഉസ്കെ കോമൽ ഹൃദയക്കോ ധക്ക ലഗ. എൻ്റെ കഷ്ടങ്ങളും ദുഃഖങ്ങളൊക്കെ, ഞാൻ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളൊക്കെ ആലോചിച്ചിട്ട് അവൻ്റെ ആ കോമളമായ ഹൃദയം, ചെറിയ കുട്ടിയല്ലേ, ധക്ക ലഗാന എന്ന് പറഞ്ഞാൽ അവൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. ഭ്രാത് സ്നേഹിക്ക് താനേ ബാനേക്കോ ചോട്ടിലേക്ക്. അതായത് ഭ്രാത് സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? സഹോദര സ്നേഹം എന്താണ്? ആ സ്നേഹത്തിൻ്റെ താനേ ബാനേക്കോ ചോട്ടിലേക്ക് മുറിവേറ്റു എന്ന്. ഉസ്കി ചീക്ക് നിക്കൽ ഗയി. അതായത് അവൻ കരയാൻ തുടങ്ങി. ചോട്ടെ ബായിക്ക് ആശങ്ക ബേജാൻ ആദി. ചെറിയ ബായിയുടെ ആശങ്ക എന്താണ്? ആശങ്ക തന്നെയായിരുന്നു. पर उस फूम और धमाके से मेरा साहस कुछ बढ़ गया. പക്ഷേ താഴെ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് അനിയൻ വിചാരിച്ചെങ്കിലും അതെല്ലാം സത്യമായിരുന്നു. പക്ഷേ ഈ യുദ്ധത്തിൽ അല്ലെങ്കിൽ ഈ കോലാഹലത്തിൽ ഞാൻ പേടിച്ചൊന്നുമില്ല. മേര സാഹസ് കുച്ച് ബഡ് ഗയ. എനിക്ക് കുറച്ച് ധൈര്യം കൂടുതൽ കിട്ടി. ദുബാര ഫിർ ഉസി പ്രകാർ ലിഫാഫേക്ക് ഉടാനേക്ക് ചേഷ്ടാക്കി. രണ്ടാമതും ഞാൻ എന്ത് ചെയ്തു? ലിഫാഫ, ആ എൻവലപ്പ് എടുക്കാനായിട്ട് ഞാൻ പ്രയത്നിച്ചു. ഒന്നും കൂടി എനിക്കൊരു ധൈര്യം കിട്ടി. അബ്കി ബാർ സാമ്പിനെ വാർബി കിയ അവർ ടണ്ടേസെ ചിപട് ബി ഗയ. ഇപ്രാവശ്യം എന്ത് ചെയ്തു? പാമ്പ് എന്താണ്? എന്നെ അറ്റാക്ക് ചെയ്തു. അതുകൂടാതെ ആ വടിയിൽ ചുറ്റുകയും ചെയ്തു. അത് ടണ്ട ഹാത്ത് സെ ചൂട്ടാത്തോ നഹി പർ ചിചക് സഹം അഥവാ आतंक से अपनी ओर को खींच किया और कुंजल मारता हुआ सांप का पिछला भाग मेरे हाथों से चूक गया. അപ്പോൾ എന്താണ്? വടി കയ്യിൽ നിന്ന് വിട്ടുപോയി. പക്ഷേ എന്താണ്? ഗിജ് എന്ന് പറഞ്ഞാൽ എന്താണ്? സങ്കോചം. ആതങ്കം എന്ന് പറഞ്ഞാൽ എന്താണ്? ധൈര്യം. സഹം ഭയം. പക്ഷേ സങ്കോചവും ഭയവും ഗുജൽക്ക എന്ന് പറഞ്ഞാൽ എന്താ പറയുക? എല്ലാം കൊണ്ട് ടെൻഷനായി. എനിക്ക് കയ്യിൽ നിന്ന് വടിയും പോയി, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ടെൻഷനുണ്ട്, പേടിയുണ്ട്, എല്ലാം കൊണ്ട് ചിചക്ക് സഹം അഥവാ ആതങ്ക് സെ അപ്നി ഓർക്കോ ഗീഞ്ച് ഗയ. എന്നിരുന്നാൽ പോലും എന്ത് ചെയ്തു?
ഈ വടിയെടുക്കാനായിട്ട് ഞാനിങ്ങനെ താഴേക്ക് കുനിഞ്ഞപ്പോൾ അതിങ്ങനെ താഴേക്ക് ഇറങ്ങിയപ്പോൾ അതിൻ്റെ വാല് മാർത്താ ഹുവ സാമ്പുക്ക പിച്ചല ഭാഗ് ആ പാമ്പിൻ്റെ പിച്ചല ഭാഗം എന്ന് പറഞ്ഞാൽ വാലിൻ്റെ ഭാഗത്തെയാണ് പിറകിലെ ഭാഗം. പിറകെന്ന് പറയുമ്പോൾ വാലിൻ്റെ ഭാഗം മേരെ ഹാത്തോംസി ചൂകയ എൻ്റെ കയ്യിൽ തൊട്ടു. ഉഫ് കിത്തന ടണ്ടാത, ഓ എത്ര തണുപ്പുള്ളതായിരുന്നു. ടണ്ടേക്കോ മേനെ ഏ കോർഫ് പടക്തിയ. എന്താ ചെയ്തു? ആ വടിയെ ഞാൻ എന്ത് ചെയ്തു? ഒരു കണക്കിന് ഞാൻ വടി എടുത്തു. यदि कहीं उसका दूसरा वार पहले होता तो उछलकर मैं सांप पर गिरता और ना बचता. ഇനി ഉസ്കാ വാർ പഹലെ നേരത്തെ തന്നെയാണ് ആദ്യത്തെ പ്രാവശ്യം ആണ് ഇങ്ങനെ പാമ്പ് ചെയ്തിരുന്നെങ്കിൽ എന്താ തീർച്ചയായിട്ടും എനിക്ക് അതിൻ്റെ കൊത്ത് കിട്ടിയിട്ട് ഞാൻ മരിച്ചേനെ. ദൂസരാ വാർ പഹലെ ഹോത്ത, ഇപ്രാവശ്യം അറ്റാക്ക് ചെയ്തതുപോലെ ആദ്യത്തെ പ്രാവശ്യമാണ് അറ്റാക്ക് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് പാമ്പിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ രക്ഷപ്പെടില്ല. ലേക്കിൻ ജബ് ജീവൻ ഹോത്താ ഹേ, പക്ഷേ എന്താണ്, ശരീരത്തിൽ ജീവൻ ഉണ്ടെങ്കിൽ ഹം ഹസാരോ ടങ്ക് ബച്ചനേക്ക് നിക്കലാത്തേ. നമ്മൾ എന്താണ് ആയിരക്കണക്കിന് ശരീരത്തിൽ ജീവൻ ഉണ്ടെങ്കിൽ നമുക്ക് 1000 പ്രാവശ്യം രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്, രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ. मैंने तुरंत ही लिफाफे और പോസ്റ്റ് കാർഡ് ചുൻ ലിയെ. എന്ത് ചെയ്തു? വൗ ദൈവീ കൃപാതി. അങ്ങനെ രക്ഷപ്പെട്ടെന്ന് എന്താണ്? ദൈവത്തിൻ്റെ ഒരു കൃപ കൊണ്ടാണ് ഇപ്രാവശ്യം ഞാൻ രക്ഷപ്പെട്ടു വന്നത്. ടണ്ടേക്ക് മേരി ഓർ ഗീഞ്ച് ആനേസെ മേരെ ഓർ സാമ്പുക്ക് ആസൻ ബദൽ ഗയി. അപ്പോൾ ഈ വടി ഇങ്ങനെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോഴേക്കും ഞാനും ഈ പറഞ്ഞ പോലെ പാമ്പ് നിൽക്കുന്ന ആ ഒരു പൊസിഷൻ ചേഞ്ചായി. മേനെ തുരന്ത് ഹി ലിഫാഫെ അവർ പോസ്റ്റ് കാർഡ് ചുൻലിയെ. ഞാൻ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? ആ എൻവലപ്പും ആ പോസ്റ്റ് കാർഡൊക്കെ എടുത്തു. ചിട്ടിയോങ്കോ ധോത്തിക്ക് ചോർമേ ബാന്തിലിയ. ചിട്ടിയൊക്കെ വേഗം എടുത്തിട്ട് എൻ്റെ ധോത്തിയിൽ ഞാൻ ഒളിപ്പിച്ച് വെച്ചു. അവർ ചോട്ടെ ബായിനെ ഉനെ ഊപ്പർ ഗീഞ്ചിലിയ. ചോട്ടെ ബായി എന്ത് ചെയ്തു? അത് മുകളിലേക്ക് ഉയർത്തി. അപ്പോൾ ഊപ്പർ ചട്ന കൊയ് കടിൻ കാംനാഥ, केवल हाथों के सहारे पैरों को बिना कहीं लगाए हुए 36 ഫുട്ട് ऊपर चढ़ना मुझसे अब नहीं हो सकता. അപ്പം എന്താണ്, ഇനിയിപ്പോൾ മുകളിലേക്ക് കയറാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കേവൽ ഹാത്തോങ്കി സഹാരെ, കൈകൾ മാത്രം ഉപയോഗിച്ച് പൈരോങ്കി ബിന, കാലുകളുടെ സഹായമില്ലാതെ 36 അടി ഉയരത്തിൽ എനിക്ക് കയറാൻ പറ്റുന്നതായിരുന്നില്ല. 15-20 ഫുട്ട് ബിന പൈരോങ്കെ സഹാര കേവൽ ഹാത്തോങ്കെ ബൽ, അതായത് 15 അല്ലെങ്കിൽ 20 അടി ഉയരത്തിലേക്ക് പൈരോങ്കെ സഹാര, കാലിൻ്റെ ഹെൽപ്പ് കൊണ്ട്, കേവൽ ഹാത്തോങ്കെ ബൽ, അതുപോലെ തന്നെ കൈ കൊണ്ട് ചട്നയ്ക്ക് ഹിമ്മത്ത് രക്താകും, അങ്ങോട്ടേക്ക് അങ്ങനെ കാലിൻ്റെ ഉപയോഗമില്ലാണ്ട് കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ച് കയറാമെന്ന് ഞാനിങ്ങനെ വിചാരിക്കുകയാണ്. കം നഹി, അത്ര എനിക്ക് പറ്റുള്ളൂ. അധികം ദൂരത്തേക്ക് അങ്ങനെ കൈയിൻ്റെ ബലത്താൽ എനിക്ക് കയറാൻ പറ്റില്ല. पर उस 11 वर्ष की अवस्था में मैं 36 ഫുട്ട് ചട. പക്ഷേ ഞാൻ ആ 11 വയസ്സ്, എനിക്ക് അന്ന് 11 വർഷം എന്ന് പറഞ്ഞാൽ 11 വയസ്സ്, ആ അവസ്ഥയിൽ ഞാൻ അങ്ങനെ ആ കൈ കൊണ്ട് തന്നെ, കാലിൻ്റെ സഹായമില്ലാതെ കൈ കൊണ്ട് 2 ഭിത്തിയിലും ഇങ്ങനെ പിടിച്ച് ഞാൻ കയറി. ബാഹേം ബർഗയീതി, അതായത് കൈകളൊക്കെ വളരെയധികം വേദനിച്ചു. ചാത്തി ഫൂൽ ഗയീതി, അതൊക്കെ നെഞ്ചെല്ലാം വളരെയധികം, നമ്മൾ പറയില്ലേ നെഞ്ച് വിങ്ങിപ്പോയി എന്നൊക്കെ പറയില്ലേ. ദൗഖൗനി ചൽ രഹീതി, എന്താണ്, വളരെയധികം ക്ഷീണിച്ചു. पर एक इंच सरक अपनी भुजाओं के बल में ऊपर चढ़ आया. പക്ഷെ ഞാൻ എന്ത് ചെയ്തു? ഓരോ ഇഞ്ചും ഇങ്ങനെ സറക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പതുക്കെ പിടിച്ച് ഞാൻ എൻ്റെ ശരീരഭാഗങ്ങളെല്ലാം എന്ത് ചെയ്തു? ഊപ്പർ ചടാകയ, മേളിലേക്ക് കയറി വന്നു. യദി ഹാത്ത് ചൂട്ട് ജാത്തേത്തോ ക്യാ ഹോത്ത, ഇനി കയ്യെങ്ങാനും വിട്ടുപോയെങ്കിൽ എന്ത് സംഭവിക്കും? ഇസ്ക അനുമാൻ കർണ കഠിൻ ഹെ, അതെനിക്ക് ആലോചിക്കാനേ പറ്റില്ല. ഊപ്പർ ആക്കർ ബേഹാൽ ഹോക്കർ, മുകളിലേക്ക് വന്നതിന് ശേഷം ബേഹാൽ ഹോക്കർ ക്ഷീണിച്ച് ദോടി ദേർ തക് പടാ രഹ, അവിടെ കുറച്ച് നേരം അങ്ങനെ കിടന്നു.
ദേക്കോ ചാർ ചൂർക്കർ ധോത്തി കുർത്ത പഹന. ദേക്ക് ചാർ ചൂർക്കർ എന്ന് പറഞ്ഞാൽ മേലെല്ലാം പൊടിയൊക്കെ ഉണ്ടല്ലോ അതെല്ലാം തട്ടി മാറ്റിയിട്ട് ധോത്തിയും കുർത്തയൊക്കെ ധരിച്ചു. ഫിർ കിഷൻപൂർ കെ ലड़के को ജിസ്നെ ഊപ്പർ ചढ़ने की चेष्टा को देखा था. അപ്പം ഇത് കിഷൻപൂരിലെ കുറച്ച് ഇങ്ങനെ കയറി വന്നപ്പോഴേക്കും കിഷൻപൂരിലെ കുറച്ച് കുട്ടികൾ ഇതെല്ലാം കണ്ടു, ഈ സംഭവങ്ങളെല്ലാം കണ്ടു. देखा था ताकीद करके की वह कुएं वाली घटना किसी से ना कहे हम लोग आगे बढ़े. അവരെന്ത് ചെയ്തു, താക്കീത് ചെയ്തു, ഞാൻ വാൺ ചെയ്തു, ഇത് ഇനി ആരോടും നിങ്ങൾ ഈ ഘടന ഈ സംഭവം ആരോടും പറയാൻ പാടില്ല എന്ന് ഞാൻ അവർക്ക് വാണിംഗ് കൊടുത്തു. सन 1950 में മെട്രിക്കുലേഷൻ പാസ് करने के उपरांत यह घटना मैंने माँ को सुनाई. അപ്പോൾ 1915 ഞാൻ മെട്രിക്കുലേഷൻ പാസ്സായതിനു ശേഷമാണ് ഞാൻ ഈ സംഭവം എൻ്റെ അമ്മയോട് പറയുന്നത്. सजल नेत्रों से माँ ने मुझे अपनी गोद में ऐसे बिठा लिया जैसे चिड़िया अपने बच्चों को ടൈനെ के नीचे छिपा लेती है. അപ്പോൾ ഇത് കേട്ടിട്ട് സജൽ നേത്രം എന്ന് പറഞ്ഞാൽ കണ്ണുകൾ, നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് അമ്മ എന്നെ എന്ത് ചെയ്തു, അതിൻ്റെ അപ്പനി ഗോതുമേ ആ മടിയിൽ എങ്ങനെയാണ് ബിഡാലിയ എന്നെ ഇങ്ങനെ ഇരുത്തി, എങ്ങനെയാണ് ചിടിയ അപ്പനെ ബെച്ചോങ്കോ ഒരു പക്ഷി എങ്ങനെയാണ് തൻ്റെ ഡൈനെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചിറകിൻ്റെ ഉള്ളിൽ ഒരു പക്ഷി അതിൻ്റെ കുഞ്ഞിനെ എങ്ങനെയാണ് ഒളിപ്പിച്ച് വയ്ക്കുന്നത് അതുപോലെ എൻ്റെ അമ്മ മടിയിലിരുത്തി. കിത്തനെ അച്ചേ ദേ വേദിൻ. അപ്പോൾ ലേഖം പറഞ്ഞു എത്ര നല്ല ദിവസങ്ങളായിരുന്നു ആ കാലഘട്ടത്ത്. ഉസമയം റൈഫിൾ നാദി, ആ സമയത്ത് തോക്കുണ്ടായിരുന്നില്ല. ടണ്ടാത എന്താ ഉണ്ടായിരുന്നു, ആകെ ഉണ്ടായിരുന്ന വടിയായിരുന്നു. അവർ ടണ്ടേക്ക ശിക്കാർ, ആ വടി കൊണ്ടുള്ള ആക്രമണം, ശിക്കാർ കംസെ കം ഉസ് സാമ്പക്ക ശിക്കാർ, കംസെ കം ആ പാമ്പിനെയെങ്കിലും കൊല്ലാനുള്ള ആ ഒരു ആയുധം. റൈഫിൾ കെ ശിക്കാർ സെ കം രോജക് അവർ ഭയാനകത. ഒരു തോക്കുകൊണ്ട് എന്താണ് നിസ്സാരമായിട്ട് അതിന് വേണമെങ്കിൽ വെടിവെച്ച് കൊല്ലാം, പക്ഷെ അതിനേക്കാളും റിസ്ക് ആയിരുന്നു എന്ത്, ഈ വടി കൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ട് പോരുക എന്നുള്ളത്. രോജക് അവർ ഭയാനകത ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുന്നുണ്ടായിരുന്നു എന്ന്. ഇതാണ് ഇതിൻ്റെ സ്റ്റോറി. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. പാർട്ട് 1ഉം പാർട്ട് 2ഉം കാണുക. ഓക്കെ, താങ്ക് യു.